ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇതാ വലിയ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, അതായത് കുക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ. സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇക്ക ഡെസേർട്ടിൽ ഡ്രൈവ് പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ മക്കൾ നല്ല ഉറക്കമാണ്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളയപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് എനിക്കും സാറായിക്കും വേണ്ടിയിട്ടുള്ള അപ്പം ചുട്ട് കാസ്ട്രോളിലോട്ട് മാറ്റുകയാണ്. പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള കുറച്ച് കടലക്കറി, പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു ഗ്ലാസ് ചായയും ഞാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇപ്പം ഞാൻ കിച്ചൺ ഡ്യൂട്ടിയിലാണ്. കാസ്ട്രോളിലേക്ക് ഒരു 3, 2, 5 അപ്പം വല്ലതും ചുട്ട് മാറ്റും. അതിന് ശേഷം ഞാൻ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ടേബിളിലേക്ക് മാറ്റി പിന്നെ ഫുഡ് കഴിക്കലും വിളമ്പലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അപ്പം ചുടൽ പരിപാടിയാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ കടലക്കറി ചൂടാക്കുന്നു. ചായ തേയിലപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് ചായ നല്ല അടിപൊളിയായിട്ട് റെഡിയാകുന്നുണ്ട്. ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാം സെറ്റായി, ഏകദേശം സെറ്റായിട്ടുണ്ട്. അത് പറഞ്ഞാൽ വലിയ കുക്കിംഗ് ഇല്ല. കാര്യം എന്താ വെച്ചാൽ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ അപ്പത്തിൻ്റെ മാവും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇല്ല. പിന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഇതാ നമ്മൾ ടേബിളിലേക്ക് ഫുഡൊക്കെ വിളമ്പി. ആദ്യം എടുത്തത് ഒരു ഗ്ലാസ് ചൂട് ചായ, നല്ല പതപ്പിച്ച് നല്ല അടിപൊളി ഒരു ഗ്ലാസ് ചൂട് ചായയും. പിന്നെ ഇതാ എനിക്ക് കഴിക്കാനായിട്ട് ഞാൻ 2 വെള്ളയപ്പമാണ് എടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള വെള്ളയപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറ് നന്നായിട്ട് നിറയും. ഇതാ 2 ചൂട് വെള്ളയപ്പം. പിന്നെ അതിലേക്ക് ഞാൻ കടലക്കറി കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്. എനിക്ക് അപ്പത്തിനും അതുപോലെ തന്നെ എല്ലാത്തിനും കറി നല്ല കൂടുതലായിട്ട് വേണം. ഇപ്പോൾ ചോറിനാണെങ്കിലും കറി നന്നായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 അപ്പം എടുത്തു. അതിൻ്റെ മുകളിലേക്ക് നല്ല തേങ്ങ അരച്ച നല്ല കടുകൊക്കെ താളിച്ച നല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ കടലക്കറി, അത് നന്നായിട്ടിരുന്ന് കുതിർന്നതിന് ശേഷം പിച്ചി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ചൂട് ചായയും ഓരോ സിപ്പ് എടുത്തെടുത്തിട്ട് നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് വെള്ളയപ്പവും അതുപോലെ തന്നെ നല്ല തേങ്ങ അരച്ചിട്ടുള്ള നല്ല കടലക്കറിയൊക്കെ ചേർത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് പണ്ടൊന്നും ഈ അപ്പവും കടലക്കറി ഈ ഒരു കോമ്പിനേഷനൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. പുട്ട് കടല ഈ ഒരു കോമ്പിനേഷനൊന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ അപ്പം കടലക്കറി അതുപോലെ തന്നെ ഇടിയപ്പത്തിനും കടലക്കറി ഭയങ്കര ഇഷ്ടം. പണ്ടൊന്നും ഇടിയപ്പത്തിന് കടലക്കറി ഒട്ടും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ എൻ്റെ സൈറു അടുത്ത് വന്നിട്ട് അവൾക്ക് ഞാൻ ഓരോ കടലയും കാര്യങ്ങളൊക്കെ വായി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു സിപ്പ് ചായ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ മോള് ജസ്റ്റ് അടുത്ത് വന്ന് നിന്നത് കൊണ്ട് ജസ്റ്റ് അവളെ ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കണ്ടോ, കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി, വറ്റൽമുളക്, കടുക്, കറിവേപ്പില എല്ലാം ഇട്ടിട്ടുണ്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കറികൾക്കൊക്കെ ടേസ്റ്റാണ്. പിന്നെ തേങ്ങ നന്നായിട്ട് കൂടുതൽ ചേർക്കും. പച്ചത്തേങ്ങ അരച്ചതാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങ എന്ന് പറയുന്നത് അത്യാവശ്യം 2-3 പിടി എടുത്ത് നന്നായിട്ട് ചേർക്കും. അപ്പോൾ തേങ്ങ ഒക്കെ നന്നായിട്ട് ചേർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ കറിക്ക്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ വേറെ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ലഞ്ചിന് ചെറിയ രീതിയിലുള്ള ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സൺഡേ ആണ്. അപ്പോൾ സൺഡേ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ലഞ്ച് സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എപ്പോഴും നമ്മുടെ സാധാ ചോറും കറിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് അത് വിട്ടിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ല, ഡെസേർട്ടിലാണ്. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആകുമ്പോഴത്തേനും ലഞ്ച് കഴിക്കാനായിട്ട് എത്തും. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ലഞ്ച് കുക്കിങ്. അപ്പോൾ അങ്ങക്കൊരു കുറച്ച് കുക്കിംഗ് പരമായിട്ടുള്ള ലഞ്ചിൻ്റെ കുക്കിംഗ് വീഡിയോ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേറൊരു കുക്കിംഗ് പരമായിട്ടുള്ള വീഡിയോ ഞാൻ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുക്കുംബറും കുറച്ച് ഗ്രീൻ ഗ്രേപ്സും എടുത്ത് കഴിച്ചു. പിന്നെ ഈ ഒരു ഗ്രേപ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു ഗ്രേപ്സ് ആയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഗ്രേപ്സ് അത്ര ഓക്കെ അല്ലായിരുന്നു, എങ്കിലും അത് കഴിച്ചു. അതിനുശേഷം ഇതാണ് ഞാൻ പറഞ്ഞത്,
പറയുന്നത്. ലഞ്ചിന് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഉണ്ടായിരുന്നു. എന്താണ് ഗീ റൈസും ചിക്കൻ കറിയും ഒക്കെ കാര്യമായിട്ട് കുറച്ച് ഹെവി കുക്കിംഗ് ആയിരുന്നു. പക്ഷേ കുക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് ഇതിൽ കുക്കിംഗ് ഒട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതിൽ നമ്മളിതാ സെർവ് ചെയ്യുന്നതും വിളമ്പുന്നത് കഴിക്കുന്നതും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ റെഡിയാക്കി എന്തൊക്കെയാണ് എൻ്റെ റെസിപ്പീസും കാര്യങ്ങൾ എൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് ഗീ റൈസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് കൊണ്ട് കുക്കറിൽ തട്ടിക്കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ നമുക്ക് സമയമെടുത്ത് നല്ല ടേസ്റ്റായിട്ട് ലാവിഷായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് രാവിലെ നിങ്ങൾ കണ്ടല്ലോ എനിക്ക് വലിയ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് കുറച്ച് ടൈം എടുത്ത് വെച്ച ഒരു ഗീ റൈസാണ്. അതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ നെക്സ്റ്റ് ഡേയിൽ വല്ലതും ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് ചമ്മന്തി, ഗീ റൈസിന് വേണ്ടിയിട്ട് മല്ലിയിലയും തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് ചമ്മന്തി, പിന്നെ ഇത് കട്ട് മാംഗോ പിക്കിള്, പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ലെമൺ പിക്കിള്, പിന്നെ എന്താ പറയുക ഫ്രൈഡ് ഓണിയനും അതുപോലെ തന്നെ ഫ്രൈഡ് കാഷ്യൂനട്ടൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് ഉള്ള ഒരു റിച്ച് ആയിട്ടുള്ള ഗീ റൈസ്, പിന്നെ കേട്, പിന്നെ ചിക്കൻ കറി, പരിപ്പ് കറി, അതുപോലെ തന്നെ പപ്പടം. സാധാരണ നമ്മൾ ഗീ റൈസിന് വേണ്ടിയിട്ട് തേങ്ങ അരച്ചിട്ട് മഞ്ഞ കളറിനുള്ള പരിപ്പ് കറിയാണ് വെക്കുന്നത്. ഗീ റൈസിന് കോമൺ ആയിട്ട് അതാണ്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് പരിപ്പ് കറി ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പരിപ്പ് കറി എടുത്ത് കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പരിപ്പ് കറി എക്സ്ട്രാ പുതിയ വെച്ചില്ല. കഴിഞ്ഞ ദിവസത്തെ പരിപ്പ് കറിയാണ്. എനിക്ക് ഇക്കായും സാറായും ഒക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷോട്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ പരമായിട്ടുള്ള ഒരു വിളമ്പലാണ്. അപ്പോൾ ഒരു ബൗളിൽ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഗീ റൈസ് എടുത്തിട്ട് അതാണ് പ്ലേറ്റിലേക്ക് തട്ടിയത്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയനും ഫ്രൈഡ് കാഷ്യൂനട്ടും ഒക്കെ ഇട്ടു. പിന്നെ കുറച്ച് ചിക്കൻ കറി വെച്ചു. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും തേങ്ങയൊക്കെ ചേർത്ത് അരച്ചിട്ടുള്ള ചമ്മന്തി കുറച്ച് അരച്ചുള്ളൂ, വളരെ കുറച്ച് അരച്ചുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മതി. കുറച്ച് ചമ്മന്തി ഇവിടെ കൂട്ടത്തുള്ളൂ. കാരണം പിക്കിളും കേടും ഒക്കെ ഉള്ളത് കൊണ്ട് ചമ്മന്തിക്ക് വലിയൊരു സ്ഥാനമില്ല. എങ്കിലും കുറച്ച് ഞാൻ ചെയ്തതേ ഉള്ളൂ. പിന്നെ പരിപ്പ് കറി വെച്ചു. പിന്നെ കേട്, റൈത്ത, പിന്നെ ലെമൺ പിക്കിള്. ഇത് നമ്മൾ വാങ്ങിച്ച ലെമൺ പിക്കിളാണ്. പിന്നെ ഞാൻ ഒരു ടൈപ്പ് പിക്കിളേ എടുത്തുള്ളൂ, 2 ടൈപ്പ് പിക്കിള് വേണ്ടായിരുന്നു. പിന്നെ ഒരു പപ്പടം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് കോംബോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗീ റൈസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗീ റൈസാണ്. ഗീ റൈസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പല രീതിയിൽ വെക്കാം. വളരെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടിയും വെക്കാം, വളരെ ടൈം എടുത്തിട്ട് പതിയെ റിലാക്സ് ചെയ്തും വെക്കാം. ഇത് കുറച്ച് ടൈം എടുത്തിട്ട് ഞാൻ വെച്ച ഒരു ഗീ റൈസാണ്. പിന്നെ ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള. അപ്പം ഈ ജീരകശാല റൈസ് ഞാൻ കുക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യുമ്പോഴത്തേനും ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഇത് ഞാൻ നമ്മൾ ഒരു ബൗള്, ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ വറ്റിച്ച് ഒക്കെ വെക്കുന്നതാണ്. ഞാൻ വെച്ച രീതിയും കാര്യങ്ങളും കംപ്ലീറ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഗീ റൈസിൻ്റെ എൻ്റെ സൺഡേ സ്പെഷ്യൽ ലഞ്ചിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയിൽ ജസ്റ്റ് എൻ്റെ ലഞ്ച് ഐറ്റംസും അതുപോലെ തന്നെ കഴിക്കുന്നതും ജസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. റൈസിൽ നന്നായിട്ട് നമ്മുടെ ഫ്രൈഡ് ഒണിയൻ അരി വറുക്കുന്ന സമയത്തും ഫ്രൈഡ് ഒണിയൻ ഞാൻ ഇടുന്നുണ്ട്, അരി വെന്തതിന് ശേഷം ഫ്രൈഡ് ഒണിയൻ ഇടുന്നുണ്ട്. പിന്നെ മുകളിൽ ഡെക്കറേഷൻ സമയത്തും എല്ലാം ഞാൻ ഫ്രൈഡ് ഒണിയൻ കുറച്ച് കൂടുതൽ പൊരിച്ച് മാറ്റി പല സെക്ഷനിലായിട്ട് ഇടുന്നുണ്ട്. നമ്മുടെ ഗീ റൈസിനും ബിരിയാണിക്കും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രൈഡ് ഒണിയൻ കൂടുതൽ ഇടുകയാണെങ്കിൽ നമ്മുടെ റൈസിന് നല്ല ഫ്ലേവർ ആയിരിക്കും,
ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കാഷ്യൂനട്ടും ഞാൻ നന്നായിട്ട് കുറച്ച് കൂടുതൽ വറുത്ത് കോരി ചോറിലും അതുപോലെ തന്നെ മുകളിലും എല്ലാം ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ ഗീയും ഒക്കെയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗീ റൈസ് കോംബോ ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നിയപ്പോൾ ഒരു ഞാലിപ്പൂവൻ പഴം നമ്മളെടുത്ത് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇക്ക പുറത്തു പോയി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് കടിഞ്ചായ, എനിക്കെന്തോ കുറച്ച് നല്ല ചൂട് കടിഞ്ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ നല്ല തിളച്ച വെള്ളം, അതിലേക്ക് ഞാൻ ടീ ബാഗാണ് ഇട്ടത്. പിന്നെ സ്നാക്സ്, ഇത് കഴിഞ്ഞ ദിവസം കുറച്ച് നമ്മുടെ ഡിബ്ബ ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഷാർജയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബേക്കറി ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഐറ്റംസ്, നമുക്കിഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സ് ഐറ്റംസ് സെലക്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. നമ്മുടെ മസാല കേക്കും അതുപോലെ തന്നെ ഇതും ഈ ചീസ് പരമായിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു. പിന്നെ ഇതെന്ന് പറയുന്ന ഒരു മസാല എരിവുള്ള ഒരു ഐറ്റം തന്നെയാണ്. എല്ലാം അത്യാവശ്യം മധുരമൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചൂട് ചായക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സാണ്. അപ്പം വൈകുന്നേരം ഇതെല്ലാം കൂട്ടിയിട്ട് ചായ കുടിച്ചു. പിന്നെ അതിന് ശേഷം ഒരു 6:30, 7 ആയപ്പോഴത്തേനും പൊറോട്ട റോള്, അപ്പോൾ ഇക്ക പോയിട്ട് വന്നപ്പോഴത്തേനും പൊറോട്ട റോള് കൊണ്ടുവന്നു. എനിക്കിത് അത്ര ഇഷ്ടമല്ല, എനിക്ക് പൊതുവെ പൊറോട്ട എന്ന് പറയുന്ന ഐറ്റത്തിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ പൊറോട്ടപരമായിട്ടുള്ള ഐറ്റംസും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ പൊറോട്ടയിൽ നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും മയോണൈസും ഒരു ടൈപ്പ് ലീഫി വെജിറ്റബിളും എല്ലാം കൂടെ വെച്ചിട്ട് റോൾ ചെയ്തിട്ടുള്ള ഒരു പൊറോട്ട റോളാണിത്. അപ്പം ഈവനിങ്ങിന് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് 1-2 ചെറുതായിട്ട് ഒന്ന് കഴിച്ചതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ മാറ്റി വെച്ചു. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു സംഭവമല്ല പൊറോട്ട റോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ഏറ്റവും ലാസ്റ്റ് ഡിന്നർ ടൈമായി. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടി എടുത്തിരുന്നത് ഇടിയപ്പമാണ്. അപ്പോൾ ഇടിയപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറി മാത്രമായിട്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ കഴിച്ചത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡിന്നറിന് ചിക്കൻ കറി വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് പീസ് പൊട്ടറ്റോയും കൂടെ ഇട്ടിട്ട് ഒരു പൊട്ടറ്റോ ചിക്കൻ കറിയാണ് റെഡിയാക്കിയിരുന്നത്. എനിക്ക് ഈ ചിക്കൻ കറിയിൽ പൊട്ടറ്റോ ഒക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഡിന്നറിന് വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കി. അപ്പോൾ ഡിന്നർ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇടിയപ്പവും പൊട്ടറ്റോ ചിക്കൻ കറിയുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നലത്തെ ടേസ്റ്റി ഡിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം നെക്സ്റ്റ് ഡേയിൽ ഞാൻ എൻ്റെ ഗീ റൈസിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി, അങ്ങനെ കുറച്ച് വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ബാക്കി കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേയിൽ പതിവ് പോലെ തന്നെ അടുത്ത ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.